பேப்பர்ல என்னடா விசேஷம்? அண்ணன் பேர் பேப்பர்ல வந்திருக்குமா? அப்படியா? புடி. ஜர்னலிஸ்ட் என்ன அப்படிதான். போ தினம் என் பேர் பேப்பர்ல வந்துட்டே இருக்குமா. இது முதல் அல்லவா? கண்டிப்பா ஒரு ட்ரீட் கொடுக்கணும். ட்ரீட்டா? சரி, ஒரு ஐஸ்கிரீம் வாங்கி தரேன். ஐஸ்கிரீமா? அப்புறம் என்ன? ஓகே, கூடவே ஒரு மசால் தோசை. அண்ணா அண்ணா, பத்மஸ்ரீ காயத்ரி தேவியோட டான்ஸ் ப்ரோக்ராம் சனிக்கிழமை ஃபைனான்ஸ்ல இருக்கு. நான் டிவில மட்டும்தான் பாத்திருக்கேன். நேர்ல பாக்கணும்னு ரொம்ப ஆசையா இருக்குண்ணா. ஒரு பாஸ் வாங்கி கூட. பாஸா? 1500 rupees ஆகும் தெரியுமா? நீங்க ஒரு ஜர்னலிஸ்ட் தானே, காம்ப்ளிமெண்டரி பாஸ் கிடைக்குமே. சின்ன பொண்ணு ஆசைப்படுறா, வாங்கி கொடுறா. சரி சரி. മൂർത്തി സാർ ഒരു സഹായം ചെയ്യണം. പത്മശ്രീ ഗായത്രി ദേവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഈ ആഴ്ച. 5 വർഷത്തിന് ശേഷം അവർ കേരളത്തിൽ വരികയാണ്. നമ്മുടെ വീക്കെൻഡ് മാഗസിന് വേണ്ടി ഒന്ന് കവർ ചെയ്യണം. ഒരു ഇന്റർവ്യൂ, നല്ലൊരു റൈറ്റപ്പ്. സോറി, അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഇന്നോളം ഞാൻ എഴുതിയിട്ടില്ല. നൃത്തം, പാട്ട് ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല. അതുകൊണ്ടല്ലേ മൂർത്തി സാറിനെ ആശ്രയിക്കാന്ന് വെച്ചത്. സർ, വിരോധമില്ലെങ്കിൽ ഞാൻ പോവാം സർ. എന്തിന്? ഡാൻസ് കാണാനോ? അല്ല സർ, എനിക്ക് എന്റെ അമ്മ ഒരു ഡാൻസർ ആയിരുന്നു. അനിയത്തി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഭാഗവതരായിരുന്നു. ഇറ്റ്സ് ഇൻ മൈ ബ്ലഡ്. ആഹാ, എങ്കിൽ കുറെ കൂടെ സേഫായ എക്സ്പെരിമെന്റ് ഇയാളെ വിടുന്നതാണ് രാധാമണി.